الحمد لله الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان، أوصيكم ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. صدق الله العلي العظيم. പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധമായ ബലിപെരുന്നാളും അതിനോടനുബന്ധിച്ച ബലികർമ്മവും ഒക്കെ പൂർത്തിയാക്കി അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾക്കിടയിലെ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. സന്തോഷ നിമിഷങ്ങളിലും സന്താപ സങ്കട വൈകാരികമായ സന്ദർഭങ്ങളിലുമൊക്കെ നമ്മുടെ കേന്ദ്രബിന്ദു പരമാധികാരി അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. പെരുന്നാളിലും അറഫയിലും ഹജ്ജിന്റെ അനുഷ്ഠാനങ്ങളിലുമൊക്കെ നമ്മളെ സ്മരിച്ച സമയത്ത് അള്ളാഹുവിലേക്ക് സമ്പൂർണമായി സമർപ്പിതരാവുക, അതിനുവേണ്ടി ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സാധ്യമാകുന്ന വിധം പാലിച്ച് മനസ്സിലാക്കി മുത്തഖികളായി മുഅ്മിനീകളായി ജീവിക്കുക. അങ്ങനെ മുത്തഖികളായി മുഅ്മിനീകളായി ജീവിക്കുന്നവരാവണം എന്നത് വസിയത്ത് ചെയ്യുകയാണ്, തഖ്വ കൊണ്ട് ഉപദേശിക്കുകയാണ്. ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിൽ എന്തും സംഭവിക്കാം എന്നുള്ളതാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന, ആര് നരകത്തിൽ നിന്ന് അകന്നു നിന്നുവോ, ആര് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നുവോ, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ, ഈ ഭൗതികമായ ജീവിതം എന്ന് പറയുന്നത് അത് നശ്വരമാണ്. ഏത് സമയത്തും എന്തും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. കണ്ണടച്ച് തുറക്കുമ്പോൾ കണ്ണ് അടച്ച സമയത്തുണ്ടാകുന്നതാവില്ല തുറന്നു കഴിഞ്ഞാൽ സംഭവിക്കുക. ഇതൊക്കെ ഓരോ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്.
അതിനെല്ലാം മൊത്തത്തിൽ ഖുർആൻ വിശേഷിപ്പിച്ചതാണ് ഇല്ലാ മതാഉൽ ഖുറൂർ. വഞ്ചനാത്മകമായ ഒരു ചരക്ക് മാത്രമാണ് ഈ ഇഹലോക ജീവിതം എന്ന് പറയുന്നത്, ദുനിയാ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് നരകത്തിൽ നിന്ന് അകന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവൻ വിജയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കിയതുപോലെ ജീവിതത്തിൽ എന്തും സംഭവിക്കാൻ, മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ എന്തും സംഭവിക്കാൻ സാധ്യതയുള്ളവരാണ് നമ്മൾ. അവിടെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അങ്ങേയറ്റത്ത് ഈമാനികമായ കരുത്ത് നമുക്കുണ്ടാവും. ഇല്ല എങ്കിൽ നമ്മൾ പതറിപ്പോകും. ആ പതർച്ച വലിയ ആഘാതങ്ങളിലേക്ക് ചിലപ്പം ചെന്ന് വീഴും. തിരിച്ചു കയറാൻ സാധിക്കാത്ത വിധത്തിൽ വലിയ ഗർത്തങ്ങളിൽ നമ്മൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. പെരുന്നാൾ നമ്മൾ പ്രഖ്യാപിച്ചു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അള്ളയാണ് മഹാൻ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ സ്മരിച്ചു. അവസാനം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം കൊണ്ടുപോയിട്ട് അള്ളാഹുവിന്റെ റിളയും തൃപ്തിയും മാത്രം ആഗ്രഹിച്ച് മുഴുവൻ സമർപ്പിക്കാൻ നമ്മൾ സന്നദ്ധമായി. അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. മുഴുവൻ സമർപ്പിച്ചു, നമ്മൾ ബലിയറുത്തു. നമ്മൾ ബലിയെറുക്കുക എന്ന് പറഞ്ഞാൽ പ്രതീകാത്മകമായിട്ട് നമ്മൾ ബലിയറുത്തു. ബലിയെറുക്കുക എന്നതിന്റെ എല്ലാ കർമ്മവും നമ്മൾ പൂർത്തീകരിച്ചു. അത് മാംസമാക്കി ആളുകൾക്ക് അത് എത്തിച്ചു. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. അതേസമയം തന്നെ ആ ബലി അറുക്കുന്നതോട് കൂടിയിട്ട് നമുക്കുണ്ടാവേണ്ടുന്ന കുറെ കാര്യങ്ങൾ. ഞാനിങ്ങനെ കത്തിവെച്ച സമയത്തിന്റെ എല്ലാ ഭൗതികമായ മോഹങ്ങളെയാണ് ഞാൻ കത്തിവെച്ചില്ലാതാക്കുന്നത്, അറുത്തു മുറിച്ച് കളയുന്നത്. എന്റെ ഭൗതികമായ കുറെ താല്പര്യങ്ങൾ ഞാൻ തന്നെ ഒന്ന് എന്നെ കുറിച്ച് ചിന്തിച്ചപ്പം മനസ്സിലാക്കിയപ്പം എന്റെ ഹൃദയത്തിൽ നിന്ന് അറുത്തു മാറ്റി കളയേണ്ടുന്ന കുറെ കാര്യങ്ങൾ. അതിനെ മുഴുവൻ ഈ പ്രതീകാത്മകമായ ബലിമാംസത്തെ ബലിയറുക്കുന്നതിലൂടെ അതിനെ മുഴുവൻ ഞാൻ യഥാർത്ഥത്തിൽ എന്റെ ജീവിതത്തിൽ നിന്ന് ഇത്തരം അനാവശ്യമായ എന്തൊക്കെ ഉണ്ടോ അതിനെ മുഴുവൻ ബലിയറുത്ത് കളഞ്ഞു എന്നതും കൂടിയാണ് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കിയത്. അറുത്ത് മാറ്റുകയും അതുപോലെ തന്നെ ഒഴുക്കിക്കളയുകയും എന്നതാണല്ലോ ഒറ്റ നോട്ടത്തിൽ ബലി എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ അറുത്തു മാറ്റേണ്ടുന്ന എന്തെല്ലാം ഉണ്ടോ അതിനെ അറുത്തു മാറ്റാനും അതിനെ ഒഴിവാക്കാനും കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ സമ്പൂർണ്ണ ബലിയറുത്ത ആളുകളായിട്ട് നമ്മൾ മാറും. നമുക്കറിയില്ല എങ്ങനെയാണ് പൈശാചികമായ പ്രേരണക്ക് നമ്മൾ ഉൾപ്പെടുക എന്നുള്ളത്. അലം യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്വാൻ. പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെന്താന്ന് ചോദിച്ചാൽ ശൈത്താൻ അല്ലാഹുവായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ കരാർ എന്താന്ന് ചോദിച്ചാൽ അലം അഅ്ഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്വാൻ. നിങ്ങൾ ശൈത്വാനിനെ ഇബാദത്ത് ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികളോട് കരാർ ചെയ്തൊരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ ഓർത്തു നോക്കൂ. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. തീർച്ചയായും ഈ ചെകുത്താന് നിങ്ങൾക്ക് ഒരു തികഞ്ഞ വ്യക്തമായ ഒരു ശത്രുവാണ്. ഈ ശത്രു എങ്ങനെയാണ് നിങ്ങൾക്കെതിരെ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. ശത്രുവിന്റെ കുതന്ത്രങ്ങൾ നിങ്ങൾ പെട്ടുപോകാൻ നല്ല സാധ്യതയുണ്ട്. ഈ ശത്രു നിങ്ങളുടെ ഇടത്തും വലത്തും മുമ്പിനും പിന്നിലും നിങ്ങളെ പിടികൂടും. ഈ ശത്രുവിനെ എറിഞ്ഞ് പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയണം. ഈ ശത്രുവിനെ ആട്ടിയോടിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഈ ശത്രു എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുക എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. നിങ്ങളുടെ ഏത് കണ്ടുപിടുത്തങ്ങൾക്കും നിങ്ങൾക്ക് ആ ശത്രുവിന്റെ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റത്തെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല. നിങ്ങളുടെ സ്വഭാവത്തിൽ അതുണ്ടാവും, നിങ്ങളുടെ ചിന്താഗതിയിൽ അതുണ്ടാവും, നിങ്ങളുടെ സംസ്കാരത്തിൽ അതുണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അടക്കങ്ങളിലും അതുണ്ടാകും. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അത് സ്വാധീനിക്കും, നിങ്ങളുടെ ചിന്താഗതി അത് സ്വാധീനിക്കും, നിങ്ങളുടെ വീക്ഷണത്തെ അത് സ്വാധീനിക്കും, നിങ്ങളുടെ ഐഡിയോളജി അത് സ്വാധീനിക്കും, നിങ്ങളുടെ രഹസ്യ ജീവിതത്തെ അത് സ്വാധീനിക്കും, നിങ്ങളുടെ സാമ്പത്തിക സാമൂഹിക നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അധരുകളിലും അത് കയറിപ്പറ്റും. ഒരു പ്രത്യേക തരത്തിലുള്ള വൈറസാണ്. അതുകൊണ്ട് അതിനെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇത് പരിശുദ്ധ ഖുർആൻ പിശാചിനെ മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്യുന്ന ഒരു കരാറാണ്. നമുക്കറിയാം, അപ്പൊ നമ്മള്
ഈ പിശാചിനും ഈ പൗശാചികമായ പ്രേരണകളെയും പ്രലോഭനങ്ങളെയും നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിപ്പിക്കുകയില്ല എന്നുള്ളൊരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ തൗഹീദിലൂടെ ബലിയിലൂടെ യഥാർത്ഥത്തിൽ നമ്മൾ പ്രകടമാക്കിയിട്ടുണ്ട്. ഇനി തിരിച്ചുപോക്ക് ഉണ്ടാവാൻ പാടില്ല. മനുഷ്യന്മാരുടെ കൂട്ടത്തിലും ചിലപ്പോൾ പിശാച് ഉണ്ടാവും, മനുഷ്യരായിട്ട് പിശാച് വരും. എങ്ങനെ അത് വരാന്ന് അറിയില്ല. ഇപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനകളുടെ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥന, അള്ളാഹുവെ എന്നെ ഈ ബിംബാരാധനയിൽ നിന്ന്, ബിംബത്തെ ആരാധിക്കുക, ആ ബിംബാരാധനയിൽ നിന്ന് അള്ളാഹു എന്നെ നീ തടുത്തു നിർത്തണമേ എന്നതായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനകൾ. ഇബ്രാഹിം അലൈഹി സ്വലാം 19 പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ ചെറുതും വലുതുമായ 19ഓളം വരുന്ന പ്രാർത്ഥനകൾ ഇബ്രാഹിം അലൈഹി സ്വലാം അള്ളാഹിനോട് നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു പ്രാർത്ഥനയാണ് വജുനുബിനി അൻ തഅബുദൽ അസ്നാം, എന്നെ ഈ ബിംബാരാധനയിൽ നിന്ന്, കേവലം ബിംബം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, കല്ലിലും മുള്ളിലും മാത്രം ഉണ്ടാക്കിയ ചില ചിത്രങ്ങൾ, ആ ചിത്രങ്ങളെ നോക്കിയിട്ടാണല്ലോ ഇബ്രാഹിം അലൈഹി സ്വലാം ഉപ്പനോട് പറഞ്ഞത്, ഒരു ഉപകാരവും ഉപദ്രവം ചെയ്യാൻ കഴിയാത്ത, സംസാരിക്കാൻ കഴിയാത്ത, ജീവിതത്തിൽ ഇടപെടാൻ കഴിയാത്ത, ഈ മിണ്ടാൻ കഴിയാത്ത ഇതിനെന്താ ആരാധിച്ചിട്ട് കാര്യം. പക്ഷെ അതല്ല ബിംബം. ചിലപ്പം ഉണ്ടല്ലോ ചില ബിംബങ്ങൾ എന്ന് പറഞ്ഞാൽ കല്ലും മുള്ളൊന്നുമില്ല, മനുഷ്യരുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ബിംബം ഉണ്ടാവും. അപ്പൊ നമ്മളെ ഹീറോകൾ ആരാ, അതൊരു ബിംബ. നമ്മുടെ സംസ്കാരം ഏതാ, അത് ചിലപ്പോ ബിംബായിട്ട് മാറും. നമ്മുടെ ജീവിത രീതി ഏതാ, അത് ചിലപ്പോ ബിംബായിട്ട് മാറും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ചില ആശയങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, ഐഡിയോളജി, ഇത് ചിലപ്പോൾ ബിംബായിട്ട് മാറും. ഇങ്ങനെയുള്ള എല്ലാത്തിൽ നിന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 2 തോണിയിൽ കാലിടാൻ കഴിയില്ല. ഞാൻ കുറച്ച് ഇസ്ലാമിന്റെ ആളാണ്, ഞങ്ങൾക്ക് സൗകര്യം കിട്ടുന്നിടത്ത് ഞാൻ കുറച്ച് മുസ്ലിമായിട്ട് ഉണ്ടാവും. ഈ മുസ്ലിം എന്നുള്ളത്, അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് അള്ളാഹ് പറഞ്ഞത് അസ്ലിം, ഈ മുസ്ലിം ആവും, ഈ മുസ്ലിം ആവും. ഈ പറഞ്ഞ നിർത്തം എന്താ, എനിക്ക് സൗകര്യം കിട്ടുന്നിടത്ത്, മരണ വീട്ടിൽ ഞാൻ മുസ്ലിം ആവും, ഖബറിന്റെ അടുത്തുണ്ടാകുമ്പോ ഞാൻ മുസ്ലിം ആവും, പള്ളി കയറിയാൽ ഞാൻ മുസ്ലിം ആവും. ഞാൻ DJ പാർട്ടി നടക്കണോടത്ത് ഞാൻ മുസ്ലിം അല്ല, കല്യാണ വീട്ടിൽ ഞാൻ മുസ്ലിം അല്ല, പന്തല് നടക്കണോടത്ത് ഞാൻ മുസ്ലിം അല്ല, ഗാലറിയിൽ ഇരുന്നാൽ ഞാൻ മുസ്ലിം അല്ല. ഇങ്ങനത്തെ ഒരു ഇസ്ലാം ഒരു മുസ്ലിം അല്ല. ഇബ്രാഹിം അലൈഹി സ്വലാം വരച്ചു കാട്ടിയ മുസ്ലിം. ഈ മുസ്ലിമായ ആളുകളും പെരുന്നാൾ ആഘോഷിക്കണ്ടാവും, ബലിയിറക്കുന്നുണ്ടാവും. പക്ഷെ നെഞ്ചിൽ കൈവച്ചിട്ട് ആലോചിക്കണം, ഏത് തരത്തിലുള്ള മുസ്ലിമാണ്, ഏത് തരത്തിലുള്ള മുസ്ലിമാണ്. സമ്പൂർണമായിട്ട് കൊടുക്കും, സമ്പൂർണമായിട്ട് ഏതെങ്കിലും ഒരു ഭാഗം അപ്പുറത്തേക്ക് കൊടുത്തിട്ട്, ഏതെങ്കിലും ഒരു ഭാഗം ഇന്ന കൊടിക്ക് കീഴിൽ കൊടുത്തിട്ട്, ഏതെങ്കിലും ഒരു ഭാഗം മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങൾക്ക് കൊടുത്തിട്ട്, ഇപ്പുറത്ത് പള്ളി കയറിയിട്ട് ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹ്ക്ക് അറിയാം ഈ 2 തോണിയിലുള്ള കാര്യം. ഒറ്റ ആശയം, ഒറ്റ ആദർശം ഉണ്ടാവാൻ പാടില്ല. അത് ഇസ്ലാമാണ്, ഇസ്ലാമിന്റെ പക്ഷമാണ്, ഇസ്ലാമിന്റെ പക്ഷം. അതാണ് ഈ മുസ്ലിം. അസ്ലമ ഇബ്രാഹിം ഈ മുസ്ലിം ആവും, അസ്ലം മുസ്ലിം ആയിട്ടുണ്ട്. ലോകരക്ഷിതാവായ അല്ലാഹു ഇതാ ഞാൻ മുസ്ലിം ആയിരിക്കുന്നു എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മളത് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ശ്രദ്ധ വേണം, നല്ല ശ്രദ്ധ വേണം. കാരണം വെച്ചാൽ ഇനി നമ്മൾ ഇറങ്ങാൻ പോവാ. ഹജ്ജ് കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിച്ച് തദ്ഹിയത്ത് നടത്തി, വലിയ നടത്തി, അയ്യാമുത്ത ശരീക്കുല നമ്മുടെ ഇങ്ങനെ നടന്ന്, ഇത് നമ്മളെ ദൈനംദിന ജീവിതക്രമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം. ആ പ്രവേശിച്ചോടത്ത് നമ്മൾ ബലി നടത്തിയതിന്റെ പ്രകടനങ്ങൾ അവിടെയാ കാണുന്നത്. കഴുത്തിൽ കത്തിവെച്ചല്ലോ നമ്മൾ, രക്തം തെറിപ്പിച്ചല്ലോ നമ്മൾ. ഇതിനെ എവിടെ കാണേണ്ടത്? അങ്ങാടിയിലാണ് കാണുന്നത്. ഇതെവിടെ കാണേണ്ടത്? വീട്ടിന്റെ അകത്തളത്തിലാണ് കാണേണ്ടത്. ഇതെവിടെ കാണേണ്ടത്? പൊതുരംഗത്താണ് കാണേണ്ടത്. ഇതെവിടെ കണ്ടത്? സാമൂഹ്യ ജീവിതത്തിലാണ് കാണേണ്ടത്. എനിക്ക് ചേരാത്തതിന് ബലി അറുത്തു കഴിഞ്ഞു. ഭൗതികമായ താല്പര്യങ്ങളെയും അഭിലാഷങ്ങളെയും ആഗ്രഹങ്ങളെയും അതിനെ മുഴുവൻ ഞാൻ ബലിയർത്ത് കഴിഞ്ഞു. അള്ളാന്റെ ഒരു കരാറുണ്ട്, അതാ നമ്മളെ ഹാജിമാര് അവരെ അറഫ കഴിഞ്ഞ്, അറഫയിൽ നിന്ന് തിരിച്ചവര് മുസ്തലിഫയിലെത്തി, രാപ്പാർത്ത് മിനയിലെത്തി. ഇന്നലെ മിഞ്ഞാന്നും ഇന്നൊക്കെ ആയിട്ട് ജംറയിലെ കല്ലേറുക. അവര് ഈ ബലിയും ജംറയിലെ കല്ലേറും പറഞ്ഞു സുഖം നല്ല എളുപ്പ. ജംറയിലെ കല്ലേറ്, അതിൽ തന്നെ ആ ജംറയിലെ മൂന്ന് കല്ലുണ്ട്. ജംറത്തുൽ സുഹറുണ്ട്, ജംറത്തുൽ വുസ്തുണ്ട്, അതുപോലെ തന്നെ ജംറത്തുൽ അഖബുണ്ട്. ഇങ്ങനെയുള്ള 3 തൂണുകളിൽ പോയിട്ട് ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ട് എറിയുന്നു. അവരവര് മിനയെന്ന് കല്ലും പുറക്കിയിട്ട് അവർ വരുന്നു. എന്നിട്ട് എറിഞ്ഞിട്ട് അവർ വീണ്ടും 5 കിലോമീറ്റർ തിരിച്ചവർ പോകുന്നു. മിനയിൽ രാപ്പാർക്കുന്നു. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ജംറയിലെ കല്ലേറെന്ന് പറഞ്ഞ എന്താ അർത്ഥം? കേവലം കല്ലോട്ട് എടുത്തിട്ട് എറിയല്ല, ഉന്നല്ലോന് വിജയിക്കുകയല്ല, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കണ്ട് വരികയാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരും. ഇത് എവിടുന്നാന്നോ? ആ ചരിത്രം നമുക്കറിയാം. ഇബ്രാഹിം അലൈഹി സ്വലാം ഇസ്മായിൽ അലൈഹി സ്വലാമിനായിട്ട് പോകുന്നുണ്ടല്ലോ.
അതും കൂടി നമ്മൾ നന്നായിട്ട് പഠിക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയായിരുന്നു എന്താ? അള്ളാഹു എന്റെ സന്താനത്തെ നന്നാക്കണേ, അള്ളാഹു എന്റെ സന്താനത്തെ നന്നാക്കണേ. ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയൊരു പ്രാർത്ഥന, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയ്യതി, അള്ളാഹു എന്നെ നിസ്കരിക്കുന്നവനാക്കണം, വജഅൽനി, മാത്രമല്ല എന്നെ നിസ്കരിക്കുന്നവനാക്കണം, അനുഷ്ഠിക്കുന്നവനാക്കണം, മാത്രമല്ല വമിൻ ദുർരിയ്യതി, എന്റെ തലമുറയിൽ നിസ്കരിക്കുന്നവരുണ്ടാക്കണം, എന്റെ തലമുറയിൽ നിസ്കരിക്കുന്നവരുണ്ടാക്കണം. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മറ്റൊരു പ്രാർത്ഥന ഉണ്ട്, പരിശുദ്ധ ഖുർആൻ നമ്മൾ ഉണർത്തുന്ന മറ്റൊരു പ്രാർത്ഥന ഉണ്ടല്ലോ. ഇബ്രാഹിം അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചില്ലേ, അള്ളാഹുവേ ഞങ്ങൾ എല്ലാവരെയും റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. ഇബ്രാഹിം അലൈഹി സ്വലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും ഒരുമിച്ച് ചേർന്ന് നിന്ന് പ്രാർത്ഥനയാണ്. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അള്ളാഹുവേ ഞങ്ങൾ രണ്ടാളെയും മുസ്ലിമാക്കണം, ഞങ്ങൾ രണ്ടാളെയും മുസ്ലിമാക്കണം. കഅബാലയം പണിത് കഴിഞ്ഞതിന് ശേഷം ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന. ഇബ്രാഹിം അലൈഹി സ്വലാം ആദ്യം പ്രാർത്ഥിച്ചു, അള്ളാഹു ഞങ്ങളെ സ്വീകരിക്കണം, ഞങ്ങൾ കുറെ അമലുകൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹു അമലുകൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, 4 ആൾക്കാരുടെ ഇടയിൽ 4 വർത്താനം ഞങ്ങൾക്ക് കിട്ടാനല്ല. ഒരു പൂത്തിനെയൊക്കെ ഓർത്തിട്ടുണ്ടല്ലോ, ഞങ്ങളെ പള്ളിക്ക് വേണ്ടി നല്ലോണം ചെയ്തവനാണല്ലോ, ഓനെ കുറിച്ചിട്ട് നല്ല അവാർഡ് കിട്ടിയല്ലോ, അവനെ ഏതെങ്കിലും ഒരു സാമൂഹ്യ സേവന രംഗത്ത് അവാർഡിന് പരിഗണിക്കണല്ലോ. ഇങ്ങനത്തെ ഒന്നുമല്ല, ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, അള്ളാഹിന്റെ അടുത്ത് നിന്ന് ഇത് സ്വീകരിക്കണം. അതാ ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത്. ലോകത്തിനൊരു കേന്ദ്രം പണിതു, കേന്ദ്രം പണിതിന് ശേഷം ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ തഖബ്ബൽ മിന്നാ, ഞങ്ങൾ ഇത് സ്വീകരിക്കണം. അടുത്തൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. അല്ലാഹുവേ ഞങ്ങളെ നീ മുസ്ലിങ്ങളാക്കാനല്ല, ഞങ്ങൾ രണ്ടാളെ മുസ്ലിങ്ങളാക്കിയ പോലെ വൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിം, ഞങ്ങൾക്ക് ഇനി സന്താന പരമ്പര ഉണ്ടാവും, ആ സന്താന പരമ്പരയെ മുസ്ലിമാക്കണം. പ്രിയപ്പെട്ടവരെ, നെഞ്ചത്ത് കൈവച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നാളെ മറ്റൊന്ന് നമ്മൾ സ്കൂൾ തുറക്കാൻ പോവുക, നമ്മളെ വലിയ കരളിന്റെ കഷ്ണങ്ങളെ നമ്മൾ സ്കൂളിലേക്ക് വിടാൻ പോകുക. 5ാം ക്ലാസ്സിൽ 5 വയസ്സായ ഒരുത്തനെ ചേർത്താൻ നമ്മൾ ശ്രമിക്കുന്നത്, ഒരു 3-3.5 വയസ്സാകുമ്പോൾ തുടങ്ങുന്നു. എന്തൊരു ഹെവൻസിലായാലും മോണ്ടിസോറിയിലായാലും KG-യിലായാലും പ്രീ KG-യിലായാലും ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞ് സ്കൂളിലേക്ക് പുതുതായിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണം. അഡ്മിഷൻ ഫീസ് ഉണ്ട്, യൂണിഫോം ഉണ്ട്, പുസ്തകം വാങ്ങണം, ബാഗ് വാങ്ങണം, കുട വേണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോക്കറ്റിൽ നിന്ന് കുറച്ചധികം പൈസ കൊണ്ട് ചെലവാണ്. ഇനി 10ാം ക്ലാസ് റിസൾട്ട് വന്നു, 10ന് ശേഷം ഇനി +1ലേക്കും +2ലേക്കും, +2ന് ശേഷം ഹയർ എഡ്യൂക്കേഷന് പോവുക. മക്കളെ കുറിച്ചിട്ട് എന്താ നമ്മളൊരു ആഗ്രഹം? ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞത്, അല്ലാഹ് ചെയ്തു, ഇറാഖിൽ നിന്ന് പോന്നു, ഊറെന്ന പട്ടണത്തിൽ നിന്ന് പോന്നു, ആഹസറിനത്തിൽ നിന്ന് പാപ്പ കൊടുത്ത് പുറത്താക്കി, നമ്രൂദിനോട് പോരാടി, കലാപം സൃഷ്ടിച്ചു, ഇറാഖിൽ നിന്ന് ഈജിപ്തിലേക്ക് എത്തി. ഇന്നിപ്പോ നമ്മൾ കാണുന്ന എല്ലാ പശ്ചിമേഷ്യയും കൂടി കാൽനടയായിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാം നടന്നു. അള്ളാഹുവെ ക്ഷീണിച്ചു, തളർന്നു. ഒരു കുഞ്ഞിനെ കൊണ്ട ഇതിനു വേണ്ടിയിട്ടാണ് എനിക്ക് ശേഷം ഇത് നിന്നു പോകാൻ പാടില്ല, അള്ളാഹു ഒരു കുഞ്ഞിനെ കൊണ്ട. അങ്ങനെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഉണ്ടാവുന്നത്, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം. ഇബ്രാഹിം അലൈഹി സ്വലാം വെച്ചിട്ട് പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരൊറ്റ KG-ക്ക് കുട്ടിനെ ചേർക്കുന്ന ഒരു പിതാവിന്റെ മനസ്സിന്, ആ പിതാവിന്റെ മനസ്സിലൊരു ആഗ്രഹം എന്താ? എന്റെ കുട്ടീനെ വലുതാക്കിയിട്ട് ഓനെ പറ്റുമെങ്കിൽ ഡോക്ടറാക്കണം, അതിനൊന്നും തെറ്റില്ല കേട്ടോ. ഡോക്ടർ ആയിക്കോ, എഞ്ചിനീയർ ആയിക്കോ, സമുദായത്തിന് അത് വേണം, IAS ആയിക്കോ, സിവിൽ സർവീസിലേക്ക് പറഞ്ഞേച്ചോ, CA-ക്ക് പറഞ്ഞേച്ചോ, ലോയർ ആക്കിക്കോ, എല്ലാം നമുക്ക് വേണം. പക്ഷെ ഉണ്ടല്ലോ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. എന്റെ കുട്ടി ലോയർ ആകുമ്പോൾ തന്നെ ഭൗതികമായിട്ടും വിജയിച്ചു, പരലോകത്തും വിജയിക്കണം. രണ്ടും കിട്ടണല്ലോ എന്റെ കുട്ടി. ഈ ഘോരത്തിൽ എന്റെ കുട്ടിനെ ആ കുട്ടിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ കുട്ടിനെ ആ സ്വഭാവത്തെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിലെ ഹസനത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ ആഖിറത്തിലെ ഹസനത്തിന് വേണ്ടിയിട്ട് കുട്ടിന്റെ വിഷയത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു ചോദ്യം ഇബ്രാഹിം അലൈഹി സ്വലാമിന് മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മളൊന്ന് ചോദിച്ചു. ആ അർത്ഥത്തിൽ നമ്മൾ എവിടെയുള്ളത് എന്നത് കൂടി നമ്മൾ ചിന്തിച്ചു. വെറുതെ ഓരോ ഉദാഹരണം എടുത്ത് പരിശോധിച്ചൊക്കെ. ഇപ്പൊ ശനിയാഴ്ച സാധാരണ ഇതിൽ സ്കൂൾ ഉണ്ടാവും. ഇപ്പൊ തുടക്കത്തിലൊക്കെ ഉണ്ടാവുമല്ലോ, അമ്മാന്റെ ഒടിക്ക് ഒരു വിരുന്നോക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ ശനിയാഴ്ച വിരുന്നോകാൻ ചെറിയൊരു തടസ്സം എന്താണെന്ന് ചോദിച്ചാൽ മദ്രസ ഉണ്ടാവുന്നതാണ്. അപ്പം സ്കൂളിലെ കാണുന്ന പോലെ നമ്മൾ മദ്രസനെ കാണില്ല. സ്കൂളിന്റെ പരീക്ഷയാണോ മദ്രസന്റെ പരീക്ഷയാണോ നമുക്ക് ഏറ്റവും ബേജാറ്? സ്കൂൾ 5ാം ക്ലാസ്സിന്റെ ഒരു പൊതുപരീക്ഷ അല്ലെങ്കിൽ 7ാം ക്ലാസ്സിന്റെ പൊതുപരീക്ഷയാണോ, അല്ല മദ്രസന്റെ 7ാം ക്ലാസ്സിന്റെ പൊതുപരീക്ഷയാണോ?
സ്കൂളിലെ 7ാം ക്ലാസ്സിന്റെ 5ാം ക്ലാസ്സിന്റെ LSS USS ആണ് നമ്മളെ ബേജാറാക്കുക. 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ SSLCന്റെ എക്സാം ആണോ, 9ാം ക്ലാസ്സിൽ മദ്രസയിലെ കുട്ടികളുടെ പൊതുപരീക്ഷയാണ് നമ്മളെ ബേജാറാക്കുക. പുറത്ത് നമ്മൾ ചിന്തിച്ചു നോക്കി, ഇങ്ങനൊരു വേർതിരിവ് ഇസ്ലാമിൽ ഉണ്ടായിട്ടില്ല. ഒറ്റൊന്നുണ്ടായിരുന്നു, മക്കളെ നന്നായിട്ട് പഠിപ്പിക്കണം, അഥപ്പ് കൊടുക്കണം. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ, എല്ലാത്തിന്റെയും തുടക്കം എന്താണോ, എന്തുകൊണ്ടാണ് ഖുർആൻ ഇങ്ങനെ അവതരിപ്പിച്ചത്? ജാഹിലിയത്തിലേക്ക് ഖുർആൻ വന്ന് പെയ്യാണ്. മക്കാ കാലഘട്ടത്തിലേക്ക് ഖുർആൻ അവതരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭാഷ വെച്ചിട്ട് ഖുർആൻ അവതരിക്കേണ്ടത് എങ്ങനെ? ബിംബാരാധന വെട്ടി, ചെറുക്കിനെ വെട്ടി, മറ്റതിനെ വെട്ടി, നാട്ടിലെ വ്യഭിചാരത്തിനെതിരെ പ്രസ്താവന ഇറക്കി, ഇങ്ങനെയല്ലേ ശരിക്കും ഖുർആൻ അവതരിക്കേണ്ടത്? ആ നാട്ടിലാണ് റസൂൽ ജീവിക്കുന്നത്. റസൂലിന്റെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണാം, നഗ്നമായിട്ട് വ്യഭിചരിക്കുന്നത് കാണാം, നഗ്നരായിട്ട് തവാഫ് ചെയ്യുന്നത് കാണാം, മദ്യപിച്ചിട്ട് നമസ്കരിക്കുന്നത് കാണാം, തവാഫ് ചെയ്യുമ്പോൾ കല്ലുടിക്കാരെ കാണുക, ബിംബാരാധന ശിർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഖുർആൻ ശരിക്കും അവതരിക്കേണ്ടത് എന്ത് പ്രസ്താവിച്ചിട്ടാ? ബിംബാരാധന ഹറാം, അതുപോലെ തന്നെ മദ്യത്തിന് വിട്ടുക്കാൻ പറയും, കുഴപ്പങ്ങൾ ഇല്ലാതാക്കാൻ പറയും. ഒരൊറ്റാദ്യത്തെ അവതരണം എന്ത് മാസ്മരികമായ അവതരണം! ഇസ്ലാം എങ്ങനെയാണ് വിജ്ഞാനത്തെയും അതുപോലെ തന്നെ അതിന്റെ ഒരു നാഗരികതയെയും സമൂഹത്തെയും ഒക്കെ ചേർത്ത് വെച്ചിരിക്കുന്നത് എന്ന് ആദ്യം അവതരിച്ച 7 സൂക്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 7 കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ അത് ഉണ്ടാവണം. പുതിയ കാലം, പുതിയ തലമുറ, പുതിയ വിദ്യാർത്ഥികൾ, നമ്മൾ എന്താണ് പകർന്നു കൊടുക്കുന്നത്? എന്താണ് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എന്താണ് അവരോട് നമ്മൾ ചെയ്യുന്നത്? ഇത് എവിടെ മുതൽ? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തിന്റെ ചര്യ. ഇബ്രാഹിം ഹനീഫ, നേരായ, ചൊവ്വായ, ഋജുമാനസ്കനായ, ഒരു വക്രതയില്ലാത്ത, ഏറ്റക്കുറച്ചിലില്ലാത്ത, ഒരു അസൻസും ചേരാതെ, ഒന്നും കടന്നുകൂട്ടാത്ത നേരായ പാതയുള്ള ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അത് പിന്തുടരുക, അത് പകർന്നു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഹജ്ജിന്റെ സമാപനമാണ്. ലോകത്ത് 162 രാജ്യങ്ങളിൽ നിന്ന് വിശ്വാസികൾ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവരെ ഹറമിലേക്ക് എത്തി ഭംഗിയോടുകൂടി പ്രയാസങ്ങളൊന്നുമില്ലാതെ ഹജ്ജ് പൂർത്തീകരിച്ച് തിരിച്ചു വരാനിരിക്കുകയാണ്. ഈ സമയത്ത് പെരുന്നാൾ ആഘോഷിച്ചവർ, തളഹിയത്ത് നടത്തിയവർ, അയ്യാമു തശ്രീഖിലുള്ള ആളുകൾ നന്നായിട്ട് പെരുന്നാൾ ആഘോഷിക്കണം. ഇനിയുള്ള ദിവസങ്ങൾ തക്ബീറുകൾ നന്നായിട്ട് മുഴക്കുക. ചുണ്ടുകൊണ്ട് മണിക്കുക പോരാ, ഹൃദയം കൊണ്ട്. നിന്റെ വലിയ പ്രഖ്യാപനമാണ് അല്ലാഹു അക്ബർ. അള്ളയാണ് വലുത്, അള്ളയാണ് വലുത്. ജീവിതത്തിന്റെ എല്ലാം അള്ളയാണ്. അയ്യാമു തശ്രീഖ്, അയ്യാമു അക്ലിൻ വശർബ്. അയ്യാമു തശ്രീഖ് ആണ് തിന്നാനും കുടിക്കാനുള്ളതാണ്. നന്നായിട്ട് തിന്നുക, നന്നായിട്ട് കുടിക്കുക, നന്നായിട്ട് കൊടുക്കുക, നന്നായിട്ട് തീറ്റിപ്പിക്കുക, ഭക്ഷണം കൊടുക്കുക. എന്നിട്ട് പിന്നെ പറയാണ് വശുർബിൻ വദിക്രി, സ്മരിക്കാനും കൂടിയുള്ളതാണ്. ലില്ലാഹ്, അല്ലാഹുവിനെ, അല്ലാഹുവിനെ സ്മരിക്കാനും കൂടിയുള്ളതാണ്. മനോഹരമായൊരു ദീനിന്റെ ആവിഷ്കാരം. പ്രാർത്ഥന, ഭക്ഷണം, അന്നം, പാനീയം, ആസ്വാദനം എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ളൊരു വലിയ ആവിഷ്കാരം, ദീനിന്റെ അതിമനോഹരമായ ആവിഷ്കാരം. ഇവിടെ നിങ്ങൾക്ക് കൈവിടാൻ പാടില്ല ദിക്റുകൾ, അള്ളാഹിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ, അള്ളാഹിന്റെ വഴികൾ, പ്രവാചകന്മാരുടെ പാതകൾ. പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും, അതിൽ നേരിടാനുള്ള ഈമാനികമായ കരുത്ത്. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ തന്നെ പലതൻ അമിനൻ, നിർഭയത്വപൂർണമായൊരു രാജ്യം, അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല കുടുംബം, ഏറ്റവും നല്ല മക്കൾ, സ്വാലിഹായ സന്താനങ്ങൾ, അതിനുണ്ടാകുന്ന പരമ്പരകൾ, അവരെ ശ്രദ്ധിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ നിന്ന് മാതൃകയായി ഉൾക്കൊണ്ടുകൊണ്ട് ദൈനംദിന ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലാത്ത മൂലധനമുണ്ടല്ലോ. അത് നഷ്ടപ്പെട്ടാൽ, മൂലധനം നഷ്ടപ്പെട്ട കച്ചവടം നഷ്ടത്തിലാണ്. അതുകൊണ്ട് നഷ്ടപ്പെടാൻ പാടില്ലാത്ത വലിയ കാര്യങ്ങളായിക്കൊണ്ട് അത് ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കണം. തക്ബീർ ചേർത്ത് വെക്കണം, തൗഹീദ് ചേർത്ത് വെക്കണം, ജംറയിലെ കല്ലേറ് ചേർത്ത് വെക്കണം. അത് പ്രതീകാത്മകമായിട്ടാണ് എന്ന് മനസ്സിലാക്കുകയും നമ്മളാണ് യഥാർത്ഥത്തിൽ ഇതിനോട് പോരാടുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും ജാഹിലിയത്തിനോട്, പൈശാചിക പ്രേരണകളോട്, ഭൗതിക ആസക്തികളോട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വഹ്നി പിടികൂടാൻ പാടില്ല. എന്താ വഹ്നി? മരണത്തോടൊരു നിലയ്ക്കുള്ള ഒരു വകുപ്പ്, ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടവും. ഇത് നിങ്ങളുടെ ജീവിതത്തെ പിടികൂടാൻ പാടില്ല. ഇത് പിടികൂടുന്നതോടുകൂടി നിങ്ങൾ നശിക്കും, സമുദായം നശിക്കും, നാഗരിക നശിക്കും, വ്യക്തി നശിക്കും, പരാജയപ്പെടും. റസൂൽ പഠിപ്പിച്ചതായിട്ട് ഈ ഹുബ്ബു ദുനിയാവ്, ഇതാണ് വഹ്നി. ഈ വഹ്നി നിങ്ങളെ പിടികൂടാൻ പാടില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ജീവിതത്തിലേക്ക്, ദൈനംദിന ജീവിതത്തിലേക്ക്, ഇടപാടുകളിലേക്ക്, ബന്ധങ്ങളിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക്, പരസ്യ ജീവിതത്തിലേക്ക്, രാഷ്ട്രീയ സാമൂഹിക ഇടങ്ങളിലേക്ക് വളരെ സൂക്ഷ്മതയോടുകൂടി, ജാഗ്രതയോടുകൂടി പ്രവേശിക്കണം എന്ന് പ്രിയപ്പെട്ടവരെ പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, ന്യൂനതകൾ പടച്ചറപ്പ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി പടച്ചറപ്പിനെ ഓർത്ത് മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചറപ്പ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും, കുറ്റങ്ങളും, കുറവുകളും നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രതിഫലവും അള്ളാഹുവിന്റെ നിലയും അള്ളാഹുവിന്റെ വജ്ഹും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട്, തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള ധാരാളം അമലുകൾ, അള്ളാഹുവിൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, ദുൽഹജ്ജിന്റെ ആദ്യ നാളുകളിൽ പ്രത്യേകമായ പ്രതിഫലം ആഗ്രഹിച്ച് ഞങ്ങൾ ചെയ്ത ഞങ്ങളുടെ നോമ്പുകൾ, അള്ളാഹു ഞങ്ങളുടെ അമലുകൾ, ഞങ്ങളുടെ സുന്നത്ത് ആയ മറ്റു നമസ്കാരങ്ങൾ, ഖുർആൻ പാരായണങ്ങൾ, അള്ളാഹു അവസാനം ഞങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചത്, ബലിയറുത്തത്, എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ ഇതിനെ സ്വീകരിച്ച് ധാരാളം പ്രതിഫലം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, വീഴ്ചകൾ, തെറ്റുകൾ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കരുണാവാരിധിയെ റബ്ബേ, തെറ്റുകളും വീഴ്ചകളും ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. തെറ്റിന്റെ പേരിൽ ഞങ്ങളെ ശിക്ഷിക്കല്ലേ നാഥ. അള്ളാഹുവെ, സ്വർഗ്ഗം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അള്ളാഹ്. നിന്റെ പ്രവാചകന്മാരോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, അമ്പിയാക്കളോടൊപ്പം, സലഫുസ് സ്വാലിഹീങ്ങളോടൊപ്പം, സച്ചരിതരോടൊപ്പം അള്ളാഹു ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിന്നിലേക്ക് ഞങ്ങൾക്ക് മുമ്പേ യാത്ര പോയ പ്രിയപ്പെട്ടവർ, അള്ളാഹുവെ, കഴിഞ്ഞ വർഷം ഇതുപോലെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അതിന്റെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങളോടൊപ്പം തന്നെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ ഉപ്പമാർ, ഉമ്മമാർ, ഞങ്ങളുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, ഞങ്ങളുടെ മക്കൾ, നാട്ടുകാർ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട മറ്റാളുകൾ, അവരുടെ മുഖം ഓരോ സന്തോഷ നിമിഷങ്ങളിലും ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. അള്ളാഹു അവരുന്ന് ഖബറിടത്തിലാണ് നാഥ, അവിടെ ഖബറിടം വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, റൗളത്തു മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗത്തിലൊരു പൂന്തോപ്പാക്കിയിട്ട് നീ മാറ്റി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്ന്, ചുറ്റുപാടുകളിൽ നിന്ന് ധാരാളം ആളുകൾ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, സഹോദരന്മാർ, അയൽവാസികൾ നിന്നിലേക്ക് യാത്ര പിരിഞ്ഞവരായിട്ടുണ്ട്. അള്ളാഹു, ഞങ്ങളുടെ പ്രദേശത്ത് നിന്ന് ഇന്ന് തന്നെ ഒരു മരണം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറെ സുപരിചിതനായ വെളുത്തോടി വീരാൻകുട്ടി കാക്ക എന്നവർ അള്ളാഹുവിലേക്ക് ഏതാനും സമയങ്ങൾക്ക് മുമ്പ് യാത്രയായി. അള്ളാഹുവെ, അവർ നിന്നിലേക്ക് യാത്രയായിട്ടുണ്ട്. അവരെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അള്ളാഹു അവരുടെ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ ഉന്നത പദവി നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവെ, ജീവിതത്തിൽ അവർക്ക് സന്തോഷം നൽകണേ തമ്പുരാനെ. അള്ളാഹു, ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ നാഥ. അവരുടെ വഴി ഏറ്റവും നല്ല വഴിയാക്കി കൊടുക്കണേ തമ്പുരാനെ. ഏറ്റവും നല്ല സൗഹൃദങ്ങൾ അവർക്ക് കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ഭാര്യയിൽ, ഭർത്താവിൽ, മാതാപിതാക്കളിൽ, മക്കളിൽ, ജ്യേഷ്ഠാനുജന്മാരിൽ കുടുംബ ജീവിതത്തിന് സന്തോഷവും ഖൈറും ബർക്കത്തും ഒക്കെ നീ നൽകി അനുഗ്രഹിക്കണമേ നാഥ. വലിയ അസുഖങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, ഞങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്ത ഭാരങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക ഉമ്മത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരന്മാർ, സഹോദരികൾ, വിവിധങ്ങളായ നാടുകളിൽ വലിയ പരീക്ഷണങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവരെയൊക്കെ നീ സഹായിക്കണമേ തമ്പുരാനെ. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹു, ഇസ്ലാമിന്റെ ലോകത്തെ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.